സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആധികാരിക വിജയവുമായി തന്നെ IPL-ന്റെ 18ാം സീസൺ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 5 തവണ ചാമ്പ്യന്മാരും ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരുമായ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിനാണ് റോയൽസ് കെട്ടുകെട്ടിച്ചത്. ചെന്നൈ നൽകിയ 188 റൺസിന്റെ വിജയലക്ഷ്യം 17.1 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അവർ മറികടന്നു. റൺ ചേസിൽ റോയൽസിന്റെ ജയത്തിന് അടിത്തറയിടുന്നതിൽ നിർണായകമായി മാറിയത് കൗമാരതാരം വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ 50-ആണ്. 33 ബോളിൽ 4 വീതം 4-ഉം 6-ഉം അടക്കം 57 റൺസോടെ ടീമിന്റെ ടോപ്പ് സ്കോറർ ആയത് 14-കാരനാണ്. പക്ഷേ റോയൽസിന്റെ യഥാർത്ഥ ഹീറോ വൈഭവ് അല്ല, അത് ക്യാപ്റ്റൻ സഞ്ജുവാണ്. ഈ മത്സരത്തിൽ ടോസ് ലഭിച്ചിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാതെ ബൗളിംഗ് എടുത്തതിന് തീർച്ചയായും സഞ്ജു സാംസൺ കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഈ സീസണിൽ നേരത്തെ കളിച്ചിട്ടുള്ള 9 റൺ ചേസുകളിൽ 8-ലും റോയൽസ് തോറ്റിരുന്നു. ജയിച്ചത് ഒരേ ഒരു കളിയിൽ മാത്രം. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിലാണ് 200+ റൺസ് ചേസ് ചെയ്ത റോയൽസ് അനായാസം ജയിച്ചത്. വൈഭവ് സൂര്യവംശിയുടെ 35 ബോൾ സെഞ്ചുറിയാണ് അന്ന് റോയൽസിന്റെ വിജയത്തിൽ നിർണായകമായി മാറിയത്. ഈ മത്സരം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാത്തിലും റൺ ചേസിൽ അവർ കാലിടറി വീണു. പല മത്സരങ്ങളിലും വിജയപ്രതീക്ഷ നൽകിയ ശേഷമാണ് റോയൽസ് പടിക്കൽ കലമുടിച്ചത്. ഇതിന് പ്രധാന കാരണം മധ്യനിരയുടെ സ്ഥിരതയില്ലായ്മയായിരുന്നു. റൺ ചേസിൽ ഓപ്പണർമാർ റോയൽസിന് ശക്തമായ അടിത്തറ നൽകിയിട്ടും മധ്യനിരയിലും ലോവർ ഓർഡറിലുമുള്ളവർക്കും മത്സരം പ്രതീക്ഷിച്ചതുപോലെ ഫിനിഷ് ചെയ്യാനായില്ല. ഇതോടെ ജയിക്കേണ്ടിയിരുന്ന 4-5 മത്സരങ്ങളിലും അവർ കൈവിടുകയും ചെയ്തു. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും CSKക്കെതിരെ ടോസ് ലഭിച്ച ശേഷം ബൗളിംഗ് തിരഞ്ഞെടുക്കാമെന്ന വളരെ ബോൾഡായ തീരുമാനം സഞ്ജു സ്വീകരിക്കുകയായിരുന്നു. ഇതിലൂടെ വലിയൊരു ചലഞ്ച് കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഇതിൽ സഞ്ജു തന്നെ വിജയിക്കുകയും ചെയ്തു.